അപ്പൊ ഡംബൽ ബെൻഡ് ഓവർ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ബാറിലും ചെയ്യാം, ഡംബൽ ബെൻഡ് ഓവർ. ഞാനാ പറഞ്ഞു ആ കൂട്ടത്തിൽ പറയാടാ. നമുക്ക് ബാറിലും ചെയ്യാം. ഡംബൽ ബെൻഡ് ഓവർ നമുക്ക് ബാറിൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ബെൻഡ് ഓവറോ ഡംബലിൽ ചെയ്യാം, ബാറിൽ ചെയ്യാം, കെറ്റൽ ബെല്ലിൽ ചെയ്യാം. റെസിസ്റ്റൻസ് കിട്ടുന്ന എന്ത് സംഭവത്തിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പൊസിഷനാണ്. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചാൽ സുപ്പീരിയർ ആണോ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ രീതിയിൽ നിൽക്കാം, ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. രണ്ടാമത് വെയിറ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും പോസ്റ്റർ എന്താവും, വിട്ടുപോകും. ബെൻഡ് ഓവർ ചെയ്യാൻ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റ്സും എറക്ടർ സ്പൈനും ഗ്ലൂട്ടും ഹാംസ്ട്രിങ്ങും നമ്മുടെ എന്താണ്, സ്റ്റെബിലൈസേഴ്സ് ആണ്. അതാണ് മസിൽ സ്റ്റെബിലൈസേഴ്സ് നിങ്ങൾ മെയിൻ ഈ ഡംബൽ ബെൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും എന്താണ് ഈ ഫോം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാതെ. ഓക്കെ, ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇങ്ങനെ നേരെ പിടിച്ച് ചെയ്യുന്നതും ഒരു ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡംബൽ നമ്മൾ എന്ത് ചെയ്യില്ല, മേളിൽ വരുമ്പോൾ കൂട്ടിമുട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ മുട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഡ്രാഗ് ചെയ്ത് വരില്ല ഈ സൈഡിലാണെങ്കിൽ. എന്നിട്ട് അവിടെ നേരെ സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്ത് പോയി വെരി ഗുഡ്. എന്നിട്ട് ബാക്ക് നിങ്ങൾ മാക്സിമം ബാക്ക് ഫോക്കസ് ചെയ്ത് ബാക്ക് എൻഗേജ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ എപ്പോഴും ക്ലയൻസിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വിങ്സിനാണെന്ന് പറയരുത്. ആ വിങ്സിന്റെ കാലം പോയി. ഇനി നമ്മൾ അങ്ങനെ തന്നെ പറയണം, ബാക്ക് മസിൽസ് എൻ്റെ ബാക്ക് മസിൽസ് കിട്ടും, അതേപോലെ തന്നെ ചെയ്യണമെന്ന് പറയണം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ആ ഫോം കിട്ടാത്തെന്നുള്ളത് മനസ്സിലായോ? രണ്ട് മൂന്ന് മെയിൻ കാര്യങ്ങളാണ്. പല ആൾക്കാർക്ക് എന്താണ്, ഇത് ഹെവിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് എവിടെയാണ്, എറക്ടർ സ്പൈൻ ഏരിയയിലാണ്. സോ അതുകൊണ്ടാണ് പല ആൾക്കാരുടെയും ഫോം വിട്ടുപോകുന്നത്. അപ്പം ഈ മസിൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടാത്തതുകൊണ്ടാണ് പലർക്കും എന്ത് ചെയ്യുന്നത്, ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ താഴോട്ട് പോകാൻ പറയുമ്പോഴത്തേക്കും അവർ വളയ്ക്കും, ഇത് നിവർത്താൻ പറയുമ്പോഴത്തേക്കും വേറെ എങ്ങോട്ടേലും പോകും. വലിയ അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല, ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ചില എക്സസൈസുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കണം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, ബെഞ്ച് വെച്ച് സ്ലിപ്പിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ബെഞ്ച് ഇടാനൊക്കെ ഭയങ്കര പാടാണ്. ചെയ്യാൻ പറ്റും, ഞാൻ ചില സമയത്ത് ചെയ്യാറുണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബെഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതിന് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ എന്ത് ചെയ്യുക, ബെഞ്ച് ഇൻക്ലൈൻ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പൊ ചെസ്റ്റ് സപ്പോർട്ടഡ് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. കാരണം പല ആൾക്കാർക്ക് നിങ്ങൾ ഈ ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ എത്ര ക്ലയൻസിന് നിങ്ങൾ പോയിക്കോ, വിരലിലുണ്ടാകുന്ന ക്ലയൻസിന് മാത്രമേ നിങ്ങൾക്ക് ഇത് ഫോം പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ, അല്ലാത്തവർ കിട്ടില്ല. ഇനി ഇൻക്ലൈൻ ബെഞ്ച് ബിസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമ്മിൽ വേറെ എക്യുപ്മെന്റ് കാണും. അതായത് ചെസ്റ്റ് സപ്പോർട്ടഡ് സീറ്റഡ് റോളർ, അത് പ്ലേറ്റ് ലോഡഡ് ഉണ്ട്, പിൻ ലോഡഡ് ഉണ്ട്. അതായത് ചെസ്റ്റിലുള്ള സപ്പോർട്ടാണ് പാഡ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതാണ് ചെസ്റ്റ് സപ്പോർട്ടഡ് സീറ്റഡ് റോളർ. ആ മെഷീൻ അറിയാത്തവരിലുണ്ടോ? ആ മെഷീൻ അറിയാമല്ലോ, ചെസ്റ്റ് സപ്പോർട്ടഡ് സീറ്റഡ് റോളർ. പാഡ് ഇവിടെ ആയിരിക്കും, ഫ്രണ്ടിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. മിഡ്രോ അത് തന്നെ പ്ലേറ്റ് ലോഡഡ് ഉണ്ട്, പിൻ ലോഡഡ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പൊ പൊതുവെ ബാക്ക് പെയിനും മറ്റുള്ള കാര്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ് ആയിട്ട് ബെൻഡ് ഓവറിനോ ചെയ്യിക്കാതിരിക്കാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് ചെയ്യാൻ അവരുടെ എറക്ടർ സ്പൈൻ ഏരിയയിൽ വീണ്ടും പെയിൻ.